ഇന്നാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ വിട്ടുപിരിഞ്ഞത്. കുറച്ചു കാലമായി ആശുപത്രിയിലായിരുന്നു. ഫലപ്രദമായ ചികിത്സ കഴിഞ്ഞു. ഈ ലോകത്തെമ്പാടുമുള്ള സാധാരണ മനുഷ്യരെല്ലാം മാർപ്പാപ്പയുടെ ജീവൻ നിലനിർത്തി കിട്ടുന്നതിനു വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയിലായിരുന്നു ഉണ്ടായിരുന്നത്. വിശ്വാസ സമൂഹം, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും വളരെ ആദരവോടുകൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൽ നിന്ന് ആദ്യമായിട്ടാണ്, അർജൻറ്റീനയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു മാർപ്പാപ്പ ഇതുപര്യന്തമുണ്ടായിരുന്ന മറ്റെല്ലാ മാർപ്പാപ്പമാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു, വ്യതിരിക്തമായിരുന്നു. ഇനി ഇങ്ങനെ ഒരാൾ ഉണ്ടാവുമോ എന്ന് ലോകം സംശയിക്കുക. അത്ര വ്യക്തതയോടെ സാമൂഹ്യ ജീവിതത്തെയും അധസ്ഥിത ജനവിഭാഗങ്ങളുടെ, അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ കാവലാളായി വത്തിക്കാനിൽ നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം ഈ ലോകത്ത് എന്നും ശ്രദ്ധയോടുകൂടി സ്മരിക്കപ്പെടുന്ന ഒന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ മോചനത്തിനു വേണ്ടിയുള്ള ഉള്ളടക്കത്തോടെയാണ് പ്രവർത്തിച്ചത്. മുതലാളിത്ത ചൂഷണത്തിൻ്റെ ഘട്ടത്തിൽ ചൂഷണത്തിന് വിധേയമാവുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം വളരെ പ്രയാസകരമാണ്, ദുഷ്കരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ന്യൂനപക്ഷ വിഭാഗമായിട്ട് നിൽക്കുന്ന അവർക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതുകൊണ്ട് അവരെയും ചേർത്ത് നിർത്താൻ മാർപ്പാപ്പ തയ്യാറായി. സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന യുദ്ധതന്ത്രങ്ങളെയും പ്രത്യേകിച്ച് നമുക്കെല്ലാം അറിയുന്ന പാലസ്തീന് നേരെ നടന്ന കടന്നാക്രമണങ്ങളെയും അദ്ദേഹം അവസാന ശ്വാസം വരെ എതിർത്തു. യുദ്ധത്തിൻ്റെ അവസാനം ഒന്നും നേടുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. യുദ്ധം കൊണ്ട് ലോകത്തൊന്നും നേടാനാവില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അങ്ങനെ ലോകം കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളെയും, സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തെയും പാവപ്പെട്ട മനുഷ്യരുടെ പട്ടിണിവൽക്കരണത്തെയും അദ്ദേഹം ശ്രദ്ധാപൂർവം കണ്ടു. ഒരു തരത്തിലുള്ള മറച്ചുകെട്ടുമില്ലാതെ, വളച്ചുകെട്ടുമില്ലാതെ ചൂഷണ വ്യവസ്ഥക്കെതിരായിട്ട് അദ്ദേഹം ശക്തമത്തായ നിലപാടുകൾ സ്വീകരിച്ചു. സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി അദ്ദേഹം കൈകാര്യം ചെയ്തു. സ്ത്രീകളെ ഭരണാധികാരി വർഗമാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായിട്ട് വത്തിക്കാനിൽ ശ്രമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരികുവൽക്കരിക്കപ്പെട്ട പാവങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ലോകത്തെമ്പാടുമുള്ള ഭരണാധികാരികൾ ബോധപൂർവമായ ഇടപെടൽ നടത്തണമെന്ന് അദ്ദേഹം കൃത്യമായ ശാസനാരൂപത്തിലുള്ള വിശദീകരണം നൽകി. സാമ്രാജ്യത്വ കടന്നാക്രമങ്ങളെ അദ്ദേഹം എതിർത്തു. പാലസ്തീൻ ജനതയ്ക്കെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹം രേഖപ്പെടുത്തി. മതസൗഹാർദ്ദത്തിൻ്റെ കാവലാളായി അദ്ദേഹം നിലകൊണ്ടു. കേരളത്തിൽ ദുരന്തമുണ്ടായപ്പോൾ, പ്രളയമുണ്ടായപ്പോൾ ആ പ്രളയത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി യോജിച്ച് ഫലപ്രദമായി ഇടപെടണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു.
ലോക ദാർശനിക പ്രശ്നങ്ങളെയെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ ലോകത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകസ്ഥാനത്ത് അദ്ദേഹം നിർത്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുമ്പോ ഇനി അങ്ങനെ ഇത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ലെങ്കിലും സമാനതകളില്ലാത്ത ഒരു മാർപ്പാപ്പയെ മനുഷ്യൻ്റെ പാവപ്പെട്ടവൻ്റെ അരികുവൽക്കരിക്കപ്പെട്ടവൻ്റെ അധസ്ഥിതരുടെ സ്ത്രീകളുടെ കുട്ടികളുടെ എല്ലാ തെറ്റായ പ്രവണതക്കുമെതിരായിട്ട് അതിശക്തിയായ നിലപാട് സഭക്കകത്തുൾപ്പെടെ എടുത്തു. തെറ്റായ സമീപനങ്ങളെ തിരുത്തുന്നതിനു വേണ്ടിയുള്ള ധൈര്യപൂർവമായ സമീപനങ്ങൾ എടുത്തു. അങ്ങനെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുണ്ടായ ആദ്യത്തെ നമ്മളെല്ലാം ആവേശപ്പെടുത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ച് ഇന്ന് ഈ യോഗം ഞങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ആലോചിച്ചതാണ് അനുശോചനം രേഖപ്പെടുത്തിയിട്ട് തുടങ്ങാം. അനുശോചനം രേഖപ്പെടുത്തി തുടങ്ങാമെന്ന് തന്നെയാണ് ഇവിടെ ഞങ്ങൾ വരുന്നതിന്. പക്ഷേ ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ സ്വാഗതം പറഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാവരും ലോകത്തിന് മാതൃകയാവുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് സമയം മൗനമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ആദരവ് സൂചിപ്പിക്കാം.